തൃത്തല്ലൂർ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റും വാടാനപ്പള്ളി യൂത്ത് ലീഗ് ലൈബ്രറിയും സംയുക്തമായി MT അനുസ്മരണം നടത്തി. തൃത്തല്ലൂർ കമല നെഹ്റു സ്കൂളിൽ വെച്ച് കുട്ടികളുടെ രചനാ മത്സരങ്ങൾ നടന്നു. MTയുടെ ഛായാചിത്രം, പെൻസിൽ ഡ്രോയിംഗ് മത്സരവും കഥാരചന, കവിതാരചന എന്നിവയും നടത്തി. തൃത്തല്ലൂർ ശ്രീശൈലം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ സമാപന സമ്മേളനം കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്ക് ട്രോഫിയും ക്യാഷ് അവാർഡും MTയുടെ പുസ്തകങ്ങളും സമ്മാനമായി നൽകി. തുടർന്ന് ട്രസ്റ്റി ജനറൽ ബോഡി യോഗവും കുടുംബസംഗമവും നടന്നു. ഹോപ്പ് ഭാരവാഹികളായ CM സുശീൽ, KR ഷൈൻ, TR സുരേഷ് ബാബു, VC ഹരിലാൽ, AT സിറാജ്, പ്രദീപ് കരിപ്പാടത്ത്, CS സജീഷ്, CC വേണു, TC ഉണ്ണികൃഷ്ണൻ, ലൈബ്രറി ഭാരവാഹികളായ CS വിനോദൻ, ജയചന്ദ്രൻ കോഴിപ്പറമ്പിൽ, രജനി എന്നിവർ നേതൃത്വം നൽകി. മലയാളത്തിന്റെ എന്ന് ഓർമ്മിപ്പിക്കുന്ന ഓർക്കേണ്ട ഒരു കഥാകൃത്തായിട്ട് LP മാറി. നമുക്ക് അറിയാവുന്ന ഒരുപാട് പടങ്ങളുണ്ട്. ഇന്ന് നമുക്ക് അതിനെ ആലോചിക്കാൻ പറ്റാത്ത പടങ്ങൾ. അദ്ദേഹത്തിന്റെ പള്ളിവാളും കാൽച്ചിലമ്പ് എന്നുള്ള കഥയാണ് നിർമ്മാല്യം എന്ന സിനിമയായിട്ട് അദ്ദേഹം സെല്ലോട്ടിലേക്ക് കൊണ്ടുവന്നത്. എന്റെ കഥ അറിയാമോ? ഒരു വെളിച്ചപ്പാട് തല വെട്ടിപ്പൊടിച്ച് അദ്ദേഹത്തെ വിഗ്രഹത്തിന്റെ മുഖത്തേക്ക് തുപ്പുന്നതാണ്. അതിന് കാരണമായിട്ട് പറയുന്ന ഒരുപാട് കഥകൾക്ക് ശേഷമാണ് സംഭവിക്കുന്നതെന്ന് ചെയ്യാൻ പറ്റില്ല. ഇന്ന് വർഗീയ കക്ഷികളൊക്കെ ഇതിന് നേരത്തെ കൊണ്ടുപോകാനുണ്ട്. അത്തരം സിനിമ ചെയ്താലും നമുക്കറിയാവുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് ശരിയോ തെറ്റോ നമുക്ക് ആലോചിച്ച് കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെ അത്ര വലിയ ആവിഷ്കാരങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വലിയ മനുഷ്യനാണ് LP. അദ്ദേഹത്തിന്റെ ഒരുപാട് കഥകൾ സിനിമയായിട്ടുണ്ട്.